അർജന്റീനക്കാർ അങ്ങനെ ലിഫ്റ്റ് തരുന്നില്ല കേട്ടോ. ഞാനപ്പോൾ വീട് എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ബ്രസീലിൽ. ഇപ്പം ഞാൻ ഈ പോകുന്ന വഴിയിൽ ചേർന്ന് തന്നെയാണ് ബ്രസീൽ കിടക്കുന്നത്. പോകുന്ന വഴി കണ്ടോ, ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. പോകുന്ന വഴിക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും കാണാൻ പോലും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു പ്ലെയിൻ റോഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. വേറെ ഒന്നുമില്ല. മനുഷ്യന്മാരോ മൃഗങ്ങൾ പോലും ചിലപ്പോഴും ഇടക്ക് മാത്രം വല്ലപ്പോഴും കാണുന്നത് കേട്ടോ. ചിലപ്പോഴെന്നൊക്കെ ഇടക്ക് കാണാൻ പറ്റും. പക്ഷെ കുറേ കാടും ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന റോഡ് മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. ആള് ഉറുഗ്വായിൻ്റെ സൈഡിൽ ഉള്ള സ്ഥലത്താന്ന് തോന്നുന്നു പോകുന്നത്. എക്സാക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. ആ മൃഗങ്ങൾ എന്തൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ഓടി എലി പെരിച്ചാഴി ഏതൊഴി ഓടി. കുറച്ച് നല്ല വലിയ പെരിച്ചാഴി ആ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. ഇവര് പെറുവിലൊക്കെ പെരിച്ചാഴിനെ നല്ല കഴിക്കും കേട്ടോ. പക്ഷെ അർജന്റീനയിൽ കഴിക്കുമോന്ന് എനിക്കറിയില്ലേ. ഗ്രാസിയാസ്, മുച്ചോ ഗ്രാസിയാസ്, ഒബ്രിഗാദോ ആണ്. കാരണം ബ്രസീലുകാരനല്ലേ, പോർച്ചുഗീസ് അല്ലേ, എസ്പാനിയോൾ അല്ലല്ലോ. ഞാനിവിടെ ഫ്യൂവൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സമയം 10:30 ആയിട്ടുണ്ട്. ഇപ്പോൾ അർജന്റീനൻ്റെ കളിയെല്ലാം കാണാൻ പോവാണ്. ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തണുപ്പ് കുറവുണ്ട്, തണുപ്പില്ല. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാന്ന് വെച്ചാൽ ഇന്നും ഉറക്കമില്ല കേട്ടോ. ആള് ട്രക്കിൽ കിടന്നുറങ്ങുക. ആള് ബുവനസ് എയർലൈൻസിലേക്കാണ് പോകുന്നത്. നാളെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിളിക്കുമെന്ന് എനിക്കല്ല. ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ തന്നെ സ്ഥലമില്ല കണ്ടോ. എല്ലാവരും കളി കണ്ടുകൊണ്ടിരിക്കുക. ബ്രസീലുള്ളപ്പോൾ ബ്രസീലിൻ്റെ കളി കണ്ടത് ബ്രസീലിൽ നിന്നാണ്. അർജൻറ്റീനൻ്റെ കളി ഇപ്പോൾ അർജൻറ്റീനയിൽ ഇരുന്നാണ് കേട്ടോ കാണുന്നത്. മെസ്സി ഒരു ഗോളൊക്കെ ഓൾറെഡി അടിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാൻ കുറച്ചു നേരമെല്ലാം നല്ലപോലെ ഉറങ്ങി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇങ്ങനെ വണ്ടികളത് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടില്ലേ. ഫ്യൂൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ രാത്രി ഞാനൊരു പുള്ളിക്കാരൻ്റെ പോയി സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞ് വേറെ മണ്ടോസ എന്ന് പറഞ്ഞ ചിലേൻ്റെ അടുത്ത് കിടക്കുന്ന പ്രൊവിൻസ് ഉണ്ട്. ഇവിടെ സ്റ്റേറ്റിന് പകരം പ്രൊവിൻസാണ്. അവിടെ ബ്രസീലെല്ലാം സ്റ്റേറ്റ് അല്ലേ, അതുപോലെ ഇവിടെ പ്രൊവിൻസാണ്. അപ്പോൾ ആ പ്രൊവിൻസിലേക്കാണ് പോകുന്നത്. നാളെ പോകുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എവിടെ കിടക്കുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു ഉറങ്ങൂല, ഞാൻ ഇവിടെ ഇരിക്കും, രാവിലെ ആകുമ്പോൾ പോകുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ കിടന്നോ, സേഫ് ആണെന്ന് പറഞ്ഞിട്ട്. അവിടെ കിടക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ സ്ഥലം കുറവാണ്. പക്ഷെ എന്നാലും അവിടെ പുതപ്പൊക്കെ തന്ന് ഞാൻ ആ ട്രക്ക് ഒരു പരിചയമില്ലാത്ത ആളുടെ കൂടെ ലിഫ്റ്റ് പോലും അടിക്കാണ്ട് ആ ട്രക്കിൽ ഞാൻ കിടന്നുറങ്ങി. ആ തുടക്കത്തിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ലൈക്ക് സ്ട്രേഞ്ചർ ആയതുകൊണ്ട് ലിഫ്റ്റ് പോയി തന്നല്ലോ. പക്ഷെ നല്ല പുള്ളിക്കാരായിരുന്നു. ഇപ്പോൾ രാവിലെ എന്നെ വിളിച്ച് ആളിതാ മണ്ടോസയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നു. അവിടെ ബാക്കിൽ കിടക്കുന്ന ട്രക്കാണ്. സോ ഞാനിത് അവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് എനിക്കിനി ഒരു 600 കിലോമീറ്റർ ഉണ്ടോ, അല്ല 500 കിലോമീറ്റർ എന്തോള്ളൂ, 500-400 സംതിങ് കിലോമീറ്റർ ഇനി എനിക്ക് പോകാനുള്ളൂ. ബോയിനസ് ഐറസിലേക്ക് വരെ അത്രയും ദൂരമുള്ളൂ. ഒരു 6 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു 10-12 മണിക്കൂറിൽ തന്നെ എത്തുമായിരിക്കും. ലൈക്ക് ഇന്ന് തന്നെ എത്തും. ഇപ്പോൾ രാവിലെ സമയം ഒരു 8 മണി. ഇവിടെ 8 മണിക്കാണ് സൺറൈസ്. നമ്മുടെ നാട്ടിൽ ഒരു 6-6:30 പോലെ. ഇവിടെ 8 മണിയാവും. തണുപ്പായിട്ട് വായന്ന് പുക പൊക്കോണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല. അതൊക്കെ കേട്ടാ നല്ല പുക പോകുന്നുണ്ട്. ഫുൾ ഫോഗാണ് അങ്ങോട്ടെല്ലാം ഫുൾ ഫോഗാ. കാർ ലിഫ്റ്റ് കിട്ടൂല കേട്ടോ, ചാൻസ് കുറവാണ്. ട്രക്കിൽ കിട്ടിയാലേ ഉള്ളൂ. എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആള് ബ്രസീലിയനാണ്. ഇന്നലെ കിട്ടിയ ലിഫ്റ്റും എനിക്ക് ബ്രസീലിലാളാണ്. ഒരു കാര്യം മനസ്സിലായില്ലേ, അർജന്റീനക്കാർ ലിഫ്റ്റ് തരൂല, ബ്രസീലുകാർ മാത്രമാണ് ലിഫ്റ്റ് തരുന്നത്. ആള് കുറച്ച് ലോങ് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എക്സാക്റ്റ് ആയിട്ട് എവിടെയാന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതേ പോകുന്ന വഴിയാണ്ടോ, ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട്. തണുത്ത് വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല തണുക്കുന്നുണ്ട് കേട്ടോ. ബ്രസീലിൽ അത്ര പെട്ടെന്ന് എനിക്ക് ലിഫ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ എനിക്ക് ലിഫ്റ്റേ കിട്ടുന്നില്ല. ഇവിടെ ലിഫ്റ്റ് കിട്ടുന്നത് പോലും ബ്രസീലുകാർ എനിക്ക് ലിഫ്റ്റ് തന്നാലുള്ള. അർജന്റീനക്കാർ ശരിയില്ല, അവര് അത്ര ഫ്രണ്ട്ലി അല്ലാന്ന് തോന്നുന്നുണ്ട്. ആയിരിക്കും, അല്ലാണ്ട് ഞാനെന്താ. പിന്നെ തീരെ വീടുകൾ ഗ്രാമങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ പോകുന്ന വഴിക്കൊന്നും. ആകെ ഈ ഫ്യൂൽ സ്റ്റേഷൻ ഇടയ്ക്കുണ്ട്, പിന്നെ ഒരു ഹൈവേ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ വെയിൽ കൊള്ളാൻ വേണ്ടി ആൾ കുറച്ചു നേരം നിർത്തിയതാണ് കേട്ടോ. ഇനിയുണ്ട് ഒരു 320 കിലോമീറ്ററോളം. ആള് ഡയറക്റ്റ് ബോയിനസ് ഐറസ് വരെ തന്നെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ടയേർഡാണെങ്കിലും എന്താണെന്നറിയോ, അർജന്റീന ജയിച്ചു. മെസ്സി കളി മൊത്തം കാണാൻ പറ്റിയില്ല. മെസ്സി 3 ഗോൾ അടിച്ച് ഇന്നലെ രാത്രി ഞാൻ
കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ലൈക്ക് ട്രക്കിൽ ആളോട് ചോദിച്ചപ്പോൾ ആൾ കിടന്നോളാൻ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കളി കാണാൻ പോയി കഴിഞ്ഞ് തിരിച്ച് വരാൻ പറ്റില്ല, ആൾ കിടക്കാൻ പോകുമായിരുന്നു. അതാണ് ടാസ്ക് ആയത്, കളി മൊത്തം കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഹാപ്പി, ഭയങ്കര ഹാപ്പി. കാരണം ഞാൻ അർജൻറ്റീന ഫാനാണ്. ലൈക്ക് മെസ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അർജൻറ്റീന ഫാനാണ്. പക്ഷെ ബ്രസീലാണ് കൺട്രി വൈസും ആളുകളും അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ബ്രസീൽ ഭയങ്കര ഇഷ്ടമാണ്. വേൾഡ് കപ്പിലല്ലെങ്കിൽ പോലും ആൾക്കാർ ഭയങ്കര അടിപൊളി. പുള്ളിക്കാരനാണെങ്കിലും എന്താ പറയുക, ബ്രസീലുകാരെ ലിഫ്റ്റ് തരുന്നുള്ളൂ. നല്ല സ്നേഹവും ഹോസ്പിറ്റാലിറ്റിയും അതൊക്കെ ബ്രസീലുകാർക്കാണുള്ളത്. ലൈക്ക് അർജൻറ്റീനയിൽ എനിക്ക് അങ്ങനെ തോന്നിയതേ ഇല്ല, ലിഫ്റ്റ് കിട്ടുന്ന പോലും ഉണ്ടായില്ല. നമുക്ക് ആക്ച്വലി ലിഫ്റ്റ് അടിക്കുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പോകുന്ന വഴി കണ്ടോ, ഫുള്ളിങ്ങനെ സ്ട്രെയിറ്റ് റോഡാ, ഒരു വളവും തിരിവും പോലും ഇല്ല. എത്ര നേരം എന്നറിയോ, ഓൾമോസ്റ്റ് ഒരു 200-300 കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ തന്നെയാണ്, ഒരൊറ്റ സ്ട്രെയിറ്റ് റോഡ് മാത്രം. ഈ റൈറ്റ് സൈഡിൽ ഇത് കാണുന്നുണ്ട്, ട്രെയിനിൻ്റെ ട്രാക്ക് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പാസഞ്ചർ ട്രെയിൻ ഇവിടെ ഉണ്ടാവില്ല, ഗുഡ്സ് ട്രെയിൻ ഉണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ ട്രാക്കാന്ന് തോന്നുന്നുണ്ട്. കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള റോഡും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനുള്ള ഒറ്റ റോഡ് സ്ട്രെയിറ്റ്. പോകുന്ന വഴിയിലൊന്നും വേറെ ഒരു കുന്തവും കാണാനില്ല, ജസ്റ്റ് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം, അത് മാത്രമേ ഉള്ളൂ. വേറെ വീടുകളോ ഗ്രാമങ്ങളോ ടൗണോ ഒന്നുമില്ല. ഇടക്ക് വെച്ചിട്ട് ഇതുണ്ട്, ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്, വണ്ടികളെല്ലാം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ടാവും. ഫ്യൂൽ സ്റ്റേഷനും പിന്നെ അതിൻ്റെ കൂടെ ചെറിയ കഫേ അങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങൾ കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടാവും ഫ്യൂൽ സ്റ്റേഷൻ്റെ ഉള്ളിൽ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ലൈക്ക് ഓരോ 100 കിലോമീറ്റർ കഴിയുമ്പോഴും നമ്മളെ നാട്ടിലൊക്കെ രാജ്യം വേറെ മാറിയ പോലെ തന്നെ മാറും, ഭക്ഷണവും ഫുഡും എല്ലാം മാറും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ ഒരൊറ്റ കാഴ്ച തന്നെ ഞാൻ കുറേ നേരമായിട്ട് കാണുന്നത്. പിന്നെ ആകെ ഉണ്ടാവുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇലകളും ചെടികളും വ്യത്യാസമുണ്ട്. ഇപ്പം കണ്ടോ, ഒരു വെള്ള കളറിൽ പൂക്കൾ പോലെ കുറേ സാധനങ്ങൾ കണ്ടോ, സൂം ചെയ്ത് കാണിച്ചുതരാം. നമുക്ക് ആ വെള്ളമുള്ള സാധനമാണ് കൂടുതൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നും കാണുന്നില്ല. ഇത്രയും നേരം വേറെ ടൈപ്പ് ചെടികളായിരുന്നു. ഇടയ്ക്ക് കുതിരേൻ്റെ ഫാമുകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് കുറേ നേരമായിട്ട് ഇങ്ങനെ ഇടയിലിടയിൽ കുറേ കുതിരേൻ്റെ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഫൈനലി ഞാൻ അർജന്റീനയുടെ ക്യാപിറ്റൽ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഡെഡാണ്. ഇതേ പുള്ളിക്കാരൻ ഇവിടെ വരെ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടെ കിലോമീറ്റേഴ്സ് പോകാനുണ്ട്. ഓൾമോസ്റ്റ് സിറ്റി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ എങ്ങനെ പോകുന്നറിയില്ല, നോക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ബോണസ് ഐറസിൽ എത്തിയിട്ട് 2 ദിവസമായി. മിനിഞ്ഞാന്ന് രാത്രി വന്നതാണ്. പക്ഷേ മിനിഞ്ഞാന്ന് രാത്രിക്ക് ശേഷം പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞാൻ നല്ല ടയേർഡായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ചത്ത് മരിച്ചാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്തു. ഇന്നലെ പിന്നെ ഇവിടെ നല്ല മഴയും നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. സോ ഞാൻ ഇന്നിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ജസ്റ്റ് സിറ്റിയിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഹായ്, എന്തൊരു വിശേഷം? ഇത് ഇസ്മയില്. പക്ഷെ ഇവിടെ അർജന്റീനയിൽ തന്നെയാണ്, അർജന്റീനയുള്ള വൈഫാണ് ഉള്ളത് അല്ലേ? അർജന്റീനയുള്ള ആളെ തന്നെ കല്യാണം കഴിച്ച് ഇവിടെ സെറ്റ് ആയിട്ട് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ് എല്ലാം? അടിപൊളിയാണ്. നാട്ടിലെവിടെയായിരുന്നു? കണ്ണൂര്. ഇവിടെ എത്ര നാളായി? ഇവിടെ ഏകദേശം 6 വർഷമായി. സോ 6 വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അർജന്റീനയിലെ? അടിപൊളിയാണ്, നല്ല ലൈഫാണ്. ഓക്കെ, സോ നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? നമ്മളിപ്പം ഒരു സബ്വേ എടുത്തിട്ട് അതിനുശേഷം പ്ലാസ ദെ മാഷോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് ഇവിടെ. ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ലൈക്ക് നോർമലി ഉള്ള സൗത്ത് അമേരിക്കൻ കൺട്രീസിനും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. ഇത് മെയിനായിട്ട് ഇപ്പോൾ നോക്ക്, ലൈക്ക് ഇങ്ങനെ മരങ്ങളാണെങ്കിൽ ഇവിടെ ഇപ്പോൾ വിൻ്ററാണ്. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ മരത്തിലൊന്നും ഇലയൊന്നുമില്ല, എല്ലാം കൊഴിയുന്ന സീസണാണ്. മോസ്റ്റ്ലി ഒരു കെട്ടിടങ്ങളെല്ലാം ഒരു യൂറോപ്യൻ ടച്ചാണ്. ഈ അർജന്റീന എന്ന് പറയുന്നത് തന്നെ സൗത്ത് അമേരിക്കയിലെ പാരീസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അർജന്റീന. പിന്നെ സൗത്ത് അമേരിക്കയിൽ ബ്രസീലാണ് ഏറ്റവും വലിയ രാജ്യം. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി അർജന്റീനയാണ് വരുന്നത്. സോ നമ്മളിപ്പോൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ട്രെയിൻ എടുത്തിട്ട് ആ സ്ഥലത്തേക്ക് പോകുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ട്രെയിൻ സ്റ്റേഷൻ. ട്രെയിനാണോ മെട്രോ ആണോ? സബ്വേ. ട്രെയിൻ ഉണ്ട്, ട്രാം ഉണ്ട്, എല്ലാം ഉണ്ട്. ലൈക്ക് ഇത് ശരിക്കും യൂറോപ്പ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ. യൂറോപ്പിൻ്റെ അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് ഈ ഒരു കാർഡ് വെച്ചിട്ടാണ് ഇത് നമ്മൾ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യണം. ഇത് ഓൾറെഡി ഞാൻ സ്റ്റേ ചെയ്യുന്നത് വേറെ ആളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. എൻ്റെ ഫ്രണ്ട് സുചിത്ര. അപ്പോൾ പുള്ളിക്കാരി വർക്കിന് പോയിരിക്കുക. അപ്പോൾ ആളുടെ കാർഡാണ് കേട്ടോ എനിക്ക് തന്നിട്ടുള്ളത്. ആ കാർഡ് നമ്മൾ റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് കയറി പോകുന്നത്. ശരിക്കും ഒരു യൂറോപ്പിൻ്റെ ഫീലാണേ.
എനിക്കൊന്നും സൗത്ത് അമേരിക്കയിൽ വേറെ എവിടെയും അങ്ങനെ നമുക്ക് ഫീൽ തോന്നൂല. സോ നമ്മളിത് ഇവിടുത്തെ മെയിൻ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട്. എന്തൊരു പ്ലാസ ദേ മാഷോ. സോ ഇവിടുത്തെ ഹിസ്റ്ററി പറയുന്നതായിരിക്കും. എന്തോ എന്റെ തലയിൽ കിടക്കുന്ന ബന്ധാനിന്റെ ഹിസ്റ്ററിയാന്ന് പറയുന്നത്. അതായത് ഇതിന് പനിയോലസ് എന്നാ പറയുന്നത്. ഓക്കെ, ഇത് ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യും അങ്ങനെ തലയില്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ വെറുതെ ഇടുന്നയാ. ഇവിടുത്തെ ഗ്രാൻഡ് മദേഴ്സ് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ സംഭവം ശരിക്കും. അത് ഞാൻ ക്രൊയേഷ്യയിലോ എവിടെ പോയ സമയത്ത് അവിടുത്തെ ഗ്രാൻഡ് മദേഴ്സ് ഇങ്ങനെ യൂസ് ചെയ്യും. അപ്പൊ ഞാൻ അവിടുന്ന് മേടിച്ചിട്ടുണ്ടായി കുറച്ച് വലുത്. അപ്പോ 1978 അർജന്റീനയിൽ മിലിറ്ററി ഭരണമായിരുന്നു. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. ലൈക്ക് ചെറിയ ചെറിയ ബേബീസിനെ എടുത്തിട്ട് എന്താ പറയുക ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി മറ്റേ താഴേക്ക് ഇടുന്ന പരിപാടി. പിന്നെ ഭയങ്കര ക്രൂരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതാണ്, അതായത് മിലിറ്ററി ഭരണം വന്നതിന് ശേഷം ഉള്ള സംഭവങ്ങൾ. പിന്നെ അതേപോലെ കുറേ ബേബീസിനെ വലിയ വലിയ ഫാമിലിക്ക് ഇവർ വിറ്റു. പിന്നെ ഇത് കവർ ചെയ്യാൻ വേണ്ടിക്കാണ് മറ്റേ ഫുട്ബോൾ ഇവിടെ വെച്ച്, അതായത് അതിൽ ഫോക്കസ് ചെയ്യിപ്പിച്ചത്, അതായത് മിലിറ്ററി ഭരണം കവർ ചെയ്യാൻ വേണ്ടി. പിന്നെ അങ്ങനെ എന്താണ് ഇത് കവർ ചെയ്യുന്നതായിട്ട് അന്നേരമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, തലയിൽ ഇതുപോലെ വെള്ള ഇതുപോലെയാണ്. ഇവിടെ നോക്ക്, ഇതേ ബന്ധാനം ഉണ്ടോ ഞാൻ ഇട്ട അതേ ഷേപ്പില് ഇങ്ങനെ ഇടുന്നത് എല്ലാവിടെയും അത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കറക്റ്റ് വൈറ്റ് കളറുള്ള ബന്ധാനയാണ് ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ കെട്ടിയ അതേ സ്റ്റൈലല്ലേ. പക്ഷെ ഞാൻ ഇവിടെ കെട്ടിയേക്കുന്ന ഇങ്ങനെ ഇട്ടിട്ട് ബാക്കിൽ അങ്ങനെ കെട്ടിയിട്ടില്ല. പക്ഷെ ഞാനിത് എല്ലാ ദിവസവും ഇടുന്ന പല പല സാധനങ്ങൾ എല്ലാ രാജ്യത്തും മേടിക്കും ഞാൻ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഇവിടെ അന്നേരമുള്ള അമ്മമാർ എന്ത് ചെയ്യും, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും ഈ സ്ഥലത്ത്, സെയിം സ്ഥലത്ത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു സൈനായിട്ട് മാറിയത്. അവലാസ് ദേ പ്ലാസ ദേ മാഷോ എന്ന് അവരെ പറയാം. അവര് ഇങ്ങനെ ഇട്ടിട്ടാണ് വന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഇതേ സെയിം സ്ഥലത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഇതിങ്ങനെ കൊടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ സാധനം ഇത് ഇവിടെ മേടിക്കാൻ കിട്ടും. ഇവിടെ മേടിക്കാൻ കിട്ടും. ഇതിന്റെ വൈറ്റ് ആണ് മെയിൻ. വൈറ്റ് ആണല്ലേ? സോ വൈറ്റ് ഒരെണ്ണം മേടിക്കാം. നമുക്ക് പ്രൊട്ടസ്റ്റ് തുടങ്ങാം. ഇതൊക്കെ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം വേറൊരു സംഭവങ്ങളും ഒന്നും ചെയ്യാറില്ല. ആകെ ഈ കയ്യിലിടുന്ന സാധനവും പിന്നെ ഈ ബന്ധാനി മാത്രമാണ് ഞാൻ ആകെ മേടിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ഹിസ്റ്ററി തന്നെയായിട്ട് ഇങ്ങനെ ഒരു സ്ഥലം മൊത്തം അതിൻ്റെ ഫോട്ടോ വരെ വെച്ച് കണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങളെ പേരൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് DNA ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ അർജന്റീനയിൽ. കാരണം എന്താ വെച്ചാൽ മുന്നേ പണ്ട് 1978 ശേഷം മിലിറ്ററി ഭരണം വന്നതിന് ശേഷം കുറേ ആൾക്കാർ ഇതേപോലെ വലിയ വലിയ ഫാമിലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. മിലിറ്ററി ശരിക്കും പറഞ്ഞാൽ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ആൻസിസ്റ്റേഴ്സ് ആരാന്ന് അറിയാൻ വേണ്ടി DNA ടെസ്റ്റിന് കൊടുത്താൽ അവരെ ബ്ലഡ് സാമ്പിൾസ് ഉണ്ട്, അതായത് മരിച്ചു പോയവരുടെ ബ്ലഡ് സാമ്പിൾസ് ഉണ്ട്. അപ്പം അത് യൂസ് ചെയ്തിട്ട് നിങ്ങളെ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എന്താണല്ലേ, കുറെ ആൾക്കാരൊക്കെ അങ്ങനെ ആയിരിക്കും. ലൈക്ക് പാരന്റ്സ് അമ്മയും അച്ഛനും വിചാരിക്കണം അവര് ഒറിജിനലി അമ്മയും അച്ഛനൊന്നും ആയിരിക്കൂല കേട്ടോ. അതാണ് ഇവിടെയും അത് കാണാൻ പറ്റുന്നുണ്ട്. ആ ബന്ധാന വൈറ്റ് കളറില് കണ്ടോ, ആ ഷേപ്പ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ബന്ധാന പോലെ തന്നെ എനിക്ക് തോന്നിയത് കണ്ടോ. ഇന്നലെയൊക്കെ പ്ലാസ ദേ മാഷോ, അതായത് നമ്മളെ US-ലെല്ലാം വൈറ്റ് ഹൗസ് എന്ന് പറയത്തില്ലേ, അതുപോലെ സംഭവമാണ് ഇത്. കാസ റൊസാദാണ് ഇതിന് പറയുന്നത്. അതെ, കാസ റൊസാദാണ് ആ സംഭവത്തിന് പറയാ. ഇതിന് ചുറ്റും ഉള്ളതാണ് പ്ലാസ ദേ മാഷോ. ഇവിടെ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. നോക്കി, ഇവരെല്ലാരും തലയിൽ ബന്ധാനം ഇട്ടിട്ടുണ്ട്. എന്റെ പോലെ നോക്കിയേ, എല്ലാവരുടെ തലയിലും ബന്ധാനം കാണുന്നുണ്ട്. അതെന്താന്ന് ആള് പോയി ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവിടെ പോലീസിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പുറത്തേക്ക് ഇറങ്ങാതിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ചെളിയാണ്. ഇന്ന് ഭാഗ്യത്തിന് നല്ല വെയിലുണ്ട്. ആ ഒരു യൂറോപ്യൻ ടച്ചാണ് ഇവിടെ. കണ്ടോ, ബിൽഡിങ്ങുകളൊക്കെ നോക്കിയേ. ബിൽഡിങ്ങുകൾ കാണുന്ന സമയത്ത് നമുക്ക് യൂറോപ്പിന്റെ അതേ ഫീലാണ് ഇവിടെ ഉള്ളത് കണ്ടോ. കാരണം യൂറോപ്പിൽ ഇങ്ങനത്തെ ടൈപ്പ് ബിൽഡിങ്സും കറക്റ്റ് യൂറോപ്പിലെ എല്ലാ സ്ഥലത്തും ഒരു സെൻറ്ററിൽ ഒരു സ്ക്വയർ ഉണ്ടാവും. ആ സ്ക്വയറിൽ എപ്പോഴും ഇങ്ങനെ പാർക്ക് പോലെ ഇരിക്കാനുള്ള സ്ഥലവും അങ്ങനെ ആയിരിക്കും. പിന്നെ ബ്രസീലിൻ്റെ പോലെ അല്ല കേട്ടോ, അർജന്റീനയിലുള്ള ആൾക്കാർ ഒരുപാട് ഫ്രണ്ട്ലി അല്ല. ഇവർ സോഷ്യൽ ആവും, പക്ഷേ ടൈം എടുക്കും. ഇപ്പോൾ എന്നെ ഒരാൾ പരിചയപ്പെട്ട് കമ്പനി അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര സോഷ്യലായിരിക്കും. പക്ഷേ റാൻഡം സ്ട്രേഞ്ചേഴ്സിനായിട്ട് ഡയറക്റ്റ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ നടക്കൂല. ആ ഒരു യൂറോപ്യൻ ടച്ച് എല്ലാത്തിലും ഉണ്ട്. ഇവിടെ സ്വഭാവത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും വന്നിട്ടുണ്ട്. നമുക്കിതേ ചോദിച്ചു നോക്കാം എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഇതെന്താന്നാ പറഞ്ഞേ? ശരിക്കും പറഞ്ഞാൽ എല്ലാ
എല്ലാ വ്യാഴാഴ്ചയും ഈ അബുവേലാസ്, അതായത് ഈ ഗ്രാൻഡ് മദേഴ്സ് ഇവിടെ വന്നിട്ട് ഇതുപോലെ ഒരു പ്രൊട്ടസ്റ്റ് പോലെ നടത്തും വ്യാഴാഴ്ച. അങ്ങനെ ഉണ്ടാവാറ്. ഇത് വേറെന്തോ ഒരു സംഭവം. പക്ഷെ എല്ലാരും തലയിൽ എന്നെ പോലെ ബന്ധാനം ഇട്ടിട്ടുണ്ടല്ലോ. പ്രൊട്ടസ്റ്റ് വരുന്നു. ഞാൻ ഈ പ്രൊട്ടസ്റ്റ് വന്നേന്ന് വിചാരിക്കും. തലയിലെല്ലാം ഇട്ടിട്ട് വന്നിട്ടല്ലേ. എനിക്ക് ഈ സംഭവം അറിയ പോലും ഇല്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാരുടെ തലയിലും ബന്ധാനാ. ആ ഫ്ലാഗ് കണ്ടോ? അർജന്റീനന്റെ. അർജന്റീന ഫാനാണോ അതോ വേൾഡ് കപ്പിൽ ആരുടെ ഫാനാ? അർജന്റീനയിൽ നിക്കുന്നോണ്ട് ഇതാ. ഞാൻ അർജന്റീന ഫാനാണ് കേട്ടോ. സീരിയസ്ലി ബ്രസീലാണ് എൻ്റെ ഫേവറേറ്റ് കൺട്രി, അർജന്റീന അല്ല. പക്ഷെ വേൾഡ് കപ്പിൽ എൻ്റെ ഫേവറേറ്റ് കൺട്രി അർജന്റീനയാണ്. പണ്ടേ ഞാൻ അർജന്റീനൻ്റെ ഫാൻ തന്നെയായിരുന്നു. ഇപ്പോഴും ഞാൻ അർജന്റീനൻ്റെ ഫാനാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം എല്ലാം 3 ഗോളെല്ലാം മെസ്സി അടിച്ചിട്ട് മെസ്സിൻ്റെ സ്വന്തം നാടായ അർജന്റീനയിൽ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളി ഫീലാണ്. നമ്മളിവിടുത്തെ വലിയൊരു പള്ളിയിലാണ് വന്നിട്ടുള്ളത് അല്ലേ? പോപ്പ് ഫ്രാൻസിസ്, അതായത് പോപ്പ് ആവുന്നതിന് മുമ്പ് 3 വർഷം വർക്ക് ചെയ്തൊരു പള്ളിയാണ്. ഓക്കെ, ഇന്നിപ്പം മരിച്ചുപോയി. പിന്നെ ഇപ്പം പുതിയ പോപ്പാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഈ തീ കത്തിച്ചു വെച്ചേക്കണം എന്താ നോക്കിയേ. അത് നോർമലി എല്ലാ സ്ഥലത്തും ഉണ്ടാവാറുണ്ട്, അധിക പള്ളിയിലും. ആണോ? ഞാൻ കണ്ടിട്ടില്ല. അതെന്തിന്റെ പ്രതീകമാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഓ, ഇതെല്ലാം ഭയങ്കര പഴയ ഇതാണ്. അതാണ് ഇത്ര വലിയ ഹൈറ്റിൽ. യൂറോപ്പിലുള്ള പോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്സും കണ്ടോ. എന്തൊരു ഹൈറ്റാ. ഓരോ സംഭവങ്ങളും ഭയങ്കര പഴയ സംഭവങ്ങളാണ്. കണ്ടോ, യൂറോപ്പ് പോലെ തന്നെ ഫുൾ കഫേസ് ആണ് കാണുന്നത്. ഇപ്പോൾ പുറത്തൊന്നും കൂടുതൽ കാണാൻ പറ്റുന്നില്ല, കാരണം ഉള്ളിലാണ്. തണുപ്പായതുകൊണ്ടല്ല, ഉള്ളിലാണ് ഉള്ളത്. കറക്റ്റ് എല്ലാ സംഭവങ്ങളും ബിൽഡിങ്സും എല്ലാം കാണുന്ന സമയത്ത് അതേപോലെ തന്നെ ഫുൾ യൂറോപ്പ് ടച്ചാണ്. ഇങ്ങനെ പുറത്തുള്ള കടകൾ മാത്രമാണ് ആകെ യൂറോപ്പിൽ അങ്ങനെ അധികം കാണാൻ പറ്റാത്തുള്ളൂ. ബാക്കിയെല്ലാം യൂറോപ്പിൻ്റെ ടച്ചായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ കാണുന്നത് ഇവിടുത്തെ പഴയ ഒരു ഫേമസ് ആയിട്ടുള്ള കഫേയാണ് കേട്ടോ. 1810 ഒരു കഫേയാണ്. ഇവിടെ മെസ്സി അങ്ങനെ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയാണ് ഈ കാണുന്നത്. ഇവിടെ കഫേസ് എല്ലാം ഭയങ്കര ഫേമസ് ആണ് കണ്ടോ. ഇവിടെ ഇപ്പോൾ പുറത്തെല്ലാം ഡൈനിങ് ഉണ്ട്, പക്ഷെ തണുപ്പായതുകൊണ്ട് ആരും പുറത്തൊന്നും അങ്ങനെ നിൽക്കുന്നില്ല. ഇവരുടെ ഡ്രസ്സിങ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. നമ്മൾ യൂറോപ്പിലാണ് ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ടോ പുള്ളിക്കാർ ഇട്ടേക്കുന്ന താഴെ വരെയുള്ള ടൈപ്പ് വിൻ്ററിൽ ഇടുന്ന ഡ്രസ്സുകൾ. കറക്റ്റ് ഇതിപ്പോൾ ഞാൻ യൂറോപ്പിലാണെന്ന് വിചാരിച്ചാൽ വിശ്വസിക്കും. അതേപോലെയാണ് ഇവിടത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഞാൻ കയറി പോകുന്ന കേട്ടോ. ഓ, ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ത്വരയായിരിക്കും മേടിക്കാൻ. വാവ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കാണാം. ഇവിടുത്തെ മാലി സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ തോന്നും കേട്ടോ. നോക്കി എന്ത് രസമാണ് കാണാൻ. മോതിരെല്ലാം അടിപൊളി. അർജന്റീന വരുന്നവർ എനിക്കൊന്ന് സുവനീർ ആയിട്ട് മേടിക്കുന്ന നമ്മുടെ മാത്തയാണ്. മാത്തേൻ്റെ ഈ കുടിക്കുന്ന സാധനം കണ്ടോ, എന്ത് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാ. അത് സുവനീർ ആയിട്ട് മേടിക്കാനുള്ളതാണ് ഇവിടെ കാണുന്നത്. മാലയും. ഓ, നല്ല രസമുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ കൊടുക്കത്തെ വില അവർ പറയും കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഉള്ളത് അർജന്റീനന്റെ ഹൃദയഭാഗത്താണ്. അപ്പം ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേൾഡിൽ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള അവന്യൂ ആണ് അർജന്റീനയിലെ ബ്യൂണസ് ഐരീസിലുള്ള കൊറിയന്തസ് നുവേവേ ദെ ഹൂലിയോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീറ്റാണ് ഇത് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മെസ്സിന്റെ കളിയെല്ലാം കഴിഞ്ഞാലും ആൾക്കാർ കൂടിത്തെരിച്ചൊരു വീഡിയോ ഉണ്ടാക്കി അത് ഇവിടെ വെച്ചിട്ടാണ്. കുറെ ആൾക്കാർക്ക് പരിക്ക് പറ്റിയതും സ്ഥലമില്ലാത്ത ആ ഒരു സീൻ നടന്നത് ഇവിടെയാണല്ലേ. ഇത് ഞാൻ കണ്ടായിരുന്നു അന്ന്. ഈ സ്ട്രീറ്റിലാണല്ലേ അത്. ഞാൻ ഡ്രോൺ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. മോളിന്ന് ഫുള്ള് വെച്ച് തേനീച്ച കൂട്ടം പോലെ ആൾക്കാരെ കണ്ടിട്ടുള്ള ഏരിയ അത് ഇവിടെ ആയിരുന്നല്ലേ. ഞാൻ കണ്ടിട്ടായിരുന്നു. അതാണ് കണ്ടു പരിചയമുള്ള പോലെ. വീഡിയോയിലെല്ലാം കറക്റ്റ് ഈ ഒരു സ്ട്രീറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതാണ് എപ്പോഴും ലൈക്ക് ബിസി സ്ട്രീറ്റ് ആണ്, എപ്പോഴും ആൾക്കാരെല്ലാം ഉണ്ട്. ഇപ്പൊ ഇവൻ സമ്മർ ആണെങ്കിൽ ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും അല്ലേ. അതായത് ഈ സ്ട്രീറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ദ സ്ട്രീറ്റ് ദാറ്റ് നെവർ സ്ലീപ്പ് എന്നാണ് ഈ സ്ട്രീറ്റിന് പറയുക. അതായത് ഒരിക്കലും ആൾക്കാർ ഇല്ലാതിരിക്കില്ല ഇവിടെ. ആൾക്കാർ എപ്പോഴും ബിസി. അതും ഇപ്പോ വിന്റർ ആയതുകൊണ്ടാണ് എല്ലാരും ലൈക്ക് ഉറങ്ങുന്ന ആ ഒരു ഇതാണ്. ലൈക്ക് പുറത്തൊന്നും പോവാണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പിസ്സ ഷോപ്പാണ് കേട്ടോ. ഇവിടെ നോക്ക്, മെസ്സി എല്ലാം വന്നിട്ടുള്ള എൻ്റെ ഫോട്ടോസൊക്കെ കാണുന്നത് കണ്ടോ. അങ്ങനെ വലിയ വലിയ സെലിബ്രിറ്റീസ് വന്നിട്ടുള്ള എൻ്റെ ഫോട്ടോസാണ് ഈ കാണുന്നത്. ഇതൊക്കെ വേറെ ആരൊക്കെയോ സെലിബ്രിറ്റീസ്, ഇതൊക്കെ ആരൊക്കെന്ന് എനിക്കറിയാൻ പാടില്ല. വേറെ എവിടെയും കാണാത്തൊരു പ്രത്യേകത ഞാൻ ഇവിടെ കണ്ടതെന്നറിയോ, തിയേറ്റേഴ്സ്.
ഒരുപാട് തിയേറ്റേഴ്സ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഒരു തിയേറ്റർ ആണ്. ഏതൊക്കെയോ മൂവീസ് ആണ് എഴുതിയിട്ടുള്ളത്. ഗുസ്താവോ ആളുടെ പേരാണ് കേട്ടോ. ഗുസ്താവോ എന്ന് പറഞ്ഞാൽ എൻ്റെ മറ്റേ അന്ന് വാട്ടർഫാള് പോയപ്പോ കണ്ട എന്റെ ഫ്രണ്ടിന്റെ പേര് ഗുസ്താവോ എന്നാണ്. ഇവിടെ കൊറേ തിയേറ്റേഴ്സ് ഉണ്ട് അല്ലേ? അത് ഏത് ലാംഗ്വേജിൽ ഏത് മൂവിയാലൊക്കെ അർജുൻ? കോമഡി സ്കിറ്റ് കളിക്കുന്ന പോലെ തന്നെ അങ്ങനത്തെ തിയേറ്റേഴ്സ്. പിന്നെ വേറൊരു സാധനം ഇതോ തിയേറ്റർ അല്ലേ? ഈ തിയേറ്ററോ വേറൊരു സാധനം കാണിച്ചല്ലോ. അവിടെ കണ്ടോ അതൊരു ഐസ്ക്രീം ഷോപ്പാണ്. അതായത് വേൾഡില് ഏറ്റവും കിടിലൻ ഐസ്ക്രീം എന്നുള്ള നാഷണൽ ജിയോഗ്രഫിക്കിന്റെ അവാർഡ് കിട്ടിയ ഐസ്ക്രീം ഷോപ്പാണ്. ഓക്കെ, നമ്മളിവിടെ ഒരു എൻപനാദാസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ നാട്ടിലിപ്പോ എന്താ പറയാ കട്ട്ലറ്റ് സമൂസയൊക്കെ പോലെ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വന്ന ദിവസം എന്നെ വേറെ മലയാളീസ് പിക്ക് ചെയ്യാൻ വന്നായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ആ ടൈമിൽ ഞാൻ എൻപനാദാസുമായിട്ട് കഴിച്ചത്. വരുന്ന ടൈമിൽ അവിടെ വെയിറ്റ് ചെയ്തിരുന്നില്ലേ? അന്ന് എനിക്ക് വിശന്നിട്ട് ഞാൻ ഇതാ മേടിച്ചു കഴിച്ചേ. ബൊളീവിയന്റെ ബൊളീവിയയിലെ ഫുഡും ഭയങ്കര ടേസ്റ്റാണ്. എല്ലാം ചീപ്പാണ്. ചെറിയ പൈസ ഉള്ളൂ. ഫോണ് മിസ്സാവാതിരിക്കാൻ ഈ ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഓരോന്ന് മേടിക്കാൻ ഒടുക്കത്തെ പൈസയാണ് എല്ലാത്തിനും. ഇത് കണ്ട, ഇത് ഓപ്പണറാണ്. ഓപ്പണറൊക്കെ മറഡോണേന്റെയും അർജന്റീനേന്റെയും മെസ്സിന്റെ ഒക്കെ കാണുമ്പോൾ മേടിക്കാൻ തോന്നും. പക്ഷെ ഒടുക്കത്തെ പൈസ എന്ന് പറഞ്ഞാൽ ലൈക്ക് സൗത്ത് അമേരിക്കയിൽ തന്നെ അർജന്റീനയും ചിലയൊക്കെയാണ് ഒടുക്കത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രീസ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് മേടിക്കുമ്പോൾ ഭയങ്കര പൈസ എല്ലാത്തിനും. അതുകൊണ്ട് ഈ ഒരു ചെറിയ സാധനത്തിന് തന്നെ ഇവിടുത്തെ നല്ല വിലയുണ്ട് കേട്ടോ. ചെറിയൊരു ഫ്ലാഗിന് പോലും സോനിയർ എല്ലാത്തിനും റേറ്റ് ഉണ്ട് കണ്ടോ. മാത്തേന്റെ സാധനങ്ങളോ മൊത്തം. ഈ ഒരു കടയിൽ നിന്ന് ഞാനിതാ മെതിയലൂട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റും സ്വീറ്റി ആണെന്നാണ് പറയുന്നത്. കൊള്ളാം, ലൈറ്റ് സ്വീറ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ബ്രെഡ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ എന്തോ സംഭവമൊക്കെയാണ് കേട്ടോ. നോക്ക്, നമ്മളെ നാട്ടില് പോലെ ചെഗുവേരന്റെ ഒക്കെ ഫോട്ടോ കാണുന്നത് നോക്കി. വാവ്, അടിപൊളി. നോക്കി, ഇത് ആ ഫേമസ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ദുൽസേരി ലച്ച എന്ന് പറഞ്ഞൊരു മെയിൻ സാധനം, മറ്റേ പാല് വെച്ചിട്ടുള്ള ആ ഒരു സാധനവും പിന്നെ ചോക്ലേറ്റ്, 2 ഫ്ലേവർ ആയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ ചോദിക്കുമായിരുന്നു ഇവിടെ മലയാളീസ് അധികം ഇല്ലല്ലോന്ന്. ഇപ്പൊ ഞാന് അർജന്റീനന്റെ ക്യാപിറ്റൽ സിറ്റിയാണ്, വലിയൊരു രാജ്യമാണ്. പക്ഷെ ഇവിടെ തന്നെ ഒരു 5-6 മലയാളീസേ ഉള്ളൂ അല്ലെ? ഇത്ര 6 വർഷമായില്ലേ ഇവിടെ താമസിക്കുന്നത്? 8-9 ആൾക്കാർ മാക്സിമം. 8-9 ആൾക്കാര് മാക്സിമം ഇവിടെ ഈ ക്യാപിറ്റൽ സിറ്റി. ചിലപ്പോ ഉണ്ടാവാം. പക്ഷെ ഇപ്പൊ എനിക്ക് ആകെ ഓൾറെഡി എനിക്ക് ഇവിടെ 3 അതില് 3 മലയാളികൾ എനിക്കറിയാം. ആകെ 9 പേരേ ഉള്ളൂ. അതില് 3 ഒന്നത്, പിന്നെ ഒന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്ന വീട്ടില്, പിന്നെ ഓൾറെഡി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വയ്യാത്തോണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ചത്തിരിക്കായിരുന്നു ടയർഡായിട്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ആളും ഓൾറെഡി 3 പേരെ ഞാൻ കണ്ട്. പിന്നെ വേറെ സിറ്റിയിലെല്ലാം കോർദോവയില് ഒരു 5-6 ആൾക്കാരുണ്ട് എനിക്ക് പരിചയമുള്ളത്. അവരൊരു ഒരൊറ്റ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സൗദിയിലെ നമ്മുടെ എന്താ പറയാ അൽമറായി എന്ന് പറയുന്ന ജ്യൂസിന്റെയും പാലിന്റെയും കമ്പനി. അതിന്റെ ഒരു കമ്പനി ഇവിടെ ഉണ്ട് കോർദോവയിൽ. അവിടെ കുറച്ച് പേരുണ്ട്. പിന്നെ പള്ളിയിലച്ചന്മാര് ചില സ്ഥലങ്ങളിൽ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ഇതിലൊന്നും കിട്ടാൻ വേണ്ടി ചാൻസ് ഇല്ല. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മെൽവിൻ എന്ന് പറഞ്ഞു. മെൽവിന്റെ പരിചയമുള്ള ആൾക്കാർ. ഏകദേശം എത്ര പേരുണ്ടാവും അർജന്റീന? 20 ആൾക്കാർ മാക്സിമം. എനിക്ക് അങ്ങനെ തോന്നുന്നു. അതായത് 6 വർഷം അവിടെ താമസിച്ച് ഇത്ര വലിയ രാജ്യത്ത് ആകെ ഒരു 10-20 ആൾക്കാരാണ്. അതിൽ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറയണത്. ആകെ ഇപ്പൊ ഒരു 10 പേരെ ഇവിടെ അറിയുള്ളൂ. അതില് എന്താ 20 ജസ്റ്റ് ഇങ്ങനെ കൂട്ടി പറഞ്ഞ ഇത്രയും വലിയ രാജ്യത്ത് അത്രയും മലയാളീസ് ഇവിടെ ഉള്ളൂ. ഇത്രയും ദൂരെ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അതാണ് സംഭവം. ഇപ്പൊ പുള്ളിക്കാരന് വൈഫ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ സ്റ്റേ ചെയ്യുന്ന വീട്ടില് അവിടെ IT ഫീൽഡാണ്. IT ഫീൽഡിൽ നിന്ന് വന്നവര് അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഇവിടെ ഇല്ല. മലയാളീസ് ഭയങ്കര കുറവാണ്. ഇത്
എന്താ മറ്റേ കഞ്ചാവ് വിൽക്കുന്ന കാണിച്ചു. ആ കഞ്ചാവ് വലിക്കണ കാണിച്ചിട്ടുണ്ടോ? ആ ആ ചങ്ങായി ഇത് നമുക്ക് അതെയോ ഭാഷ മനസ്സിലാവാത്തോണ്ട് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് നമ്മുടെ യൂസിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ലീഗലാ അല്ലേ? ആ ലൈക്ക് ഇപ്പൊ ബ്രസീലാണെങ്കിൽ എല്ലാരും ഓൺ ദ വേൽ തന്നെ ജോയിന്റ് ഒക്കെ റോൾ ചെയ്താണ്. സ്മെല്ല് നല്ല സ്മെല്ലുണ്ട്. ഞാൻ കഞ്ചാവ് വലിക്കാറില്ല, പക്ഷെ സ്മെല്ല് ഇഷ്ടമാണ്. നല്ല സ്മെല്ലുണ്ട്. ഇതാ ഇപ്പൊ മെയിൻ സ്ക്വയറിൽ കുറച്ച് നൈറ്റ് ആയതുകൊണ്ട് തന്നെ മൊത്തം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കുറച്ചും കൂടെ വൈബായിട്ടുണ്ട്. ഒരു ന്യൂയോർക്കിൽ മറ്റേ ടൈംസ് സ്ക്വയറിന്റെ ഒക്കെ ഒരു ചെറിയ ഫീല് തോന്നുന്നുണ്ട്. അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.